ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് 5 പവന്റെ സെറ്റ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ. ഇനി 10 പവന്റെ കല്യാണ സെറ്റ്, ഒരു പെൺകുട്ടിക്ക് കല്യാണത്തിന് ഇടാൻ പറ്റിയ 10 പവന്റെ സെറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. 10 പവന്റെ സെറ്റ് കാണാം. ഞാൻ ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആണ്. അതെ, ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. 10 പവന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് ഞങ്ങളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നീ കണ്ടോ, ഒരു നല്ല അതിമനോഹരമായ നെക്ലേസസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇത് നമ്മൾ ഒരു കുവൈറ്റ് ഡിസൈൻസിൽ വരുന്ന ഒരു നെക്ലേസ് ആണ്, ഒരു ചോക്കർ മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരു കുവൈറ്റി നെക്കാണത്. നമ്മൾ 10 പവന്റെ സെറ്റിലേക്ക് അത് ഉൾപ്പെടുത്തി, അതാണ് മെയിൻ കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കാണുമ്പോ തന്നെ അറിയാലോ അല്ലെ, ഇത് ഒരു കേരള സ്റ്റൈല്. ഇത് വരുമ്പോ ഒരു ക്വൈറ്റ് ആ ഒരു കട്ടിങ്സും കാര്യങ്ങളും കാണുമ്പോൾ 1.25 പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 14 ഗ്രാമിന്റെ കുവൈറ്റി നെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം ആവും. കാരണം ആ ഒരു വെയിറ്റിലേക്ക് കുവൈറ്റി മോഡലുകൾ ഒതുങ്ങി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട്. 1.25 പവൻ. അടുത്തത് ഒരു കോഴിക്കോടൻ ചോക്ലേറ്റ് നെക്ലസ് തന്നെ പറയാം. അതാണ് അതിന്റെ മോഡൽ നെയിം. നമ്മൾ ഓരോ ജ്വല്ലറിയിലാവുമ്പോൾ അതിനുള്ള ഒരു മോഡൽ നെയിം നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടോ കോഴിക്കോടൻ ചോക്ലേറ്റ് കേരള ഡിസൈൻസ് തന്നെയാണ്. ഈ കേരളയിൽ തന്നെ കുറെ മോഡൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോക്ലേറ്റ് നെക്ലസ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ വെയിറ്റ് 1 പവൻ 8 ഗ്രാം ഉള്ളൂ അതിന്റെ വെയിറ്റ് വരുന്നത്. ഈ ചോക്ലേറ്റ് നെക്ലസിന്റെ വെയിറ്റ് ഫ്ലവറിന്റെ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഇതും സംഭവം കേരളയാണെങ്കിൽ പോലും രണ്ട് കാണാനൊരു ഡിഫറൻസ് തോന്നുന്നില്ലേ. അതാണ് അതിന്റെ വർക്കിന്റെ പ്രത്യേകത, ചോക്ലേറ്റ് നെക്ലസിന്റെ പ്രത്യേകത. പിന്നെ അതിന്റെ അടുത്ത് വരുന്നത് നമ്മുടെ കാലിലേക്കുള്ള പാദസരം. അത് ഒരു ബോംബെ മിഷൻ മേഡ് മോഡലാണ് അതിന്റെ ഇത് വരുന്നത്. അതെ അതെ, ഇതിപ്പോ കഴുത്തിലേക്ക് ഇട്ടാലും അറിയുന്നില്ല പാദസരാണോ ചെയിനാണോ തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു മോഡലാണത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഗോൾഡിന്റെയോ അല്ലെങ്കിൽ ഫാൻസി ലോക്കറ്റോ നമുക്ക് ഇട്ട് അതൊരു നെക്ലസ് ആക്കി മാറ്റാം. അപ്പോൾ 1, 2, 3 നെക്ലസ് ആയി, 4ാമത് ഒരു നെക്ലസ് വേറെ. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യു ടൈപ്പിലാണ് വരുന്നത്, ലോക്കറ്റ് ഇല്ല. അതെന്താ വെച്ചാൽ ആ ഒരു സെറ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യു ടൈപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് എത്തി, ബോർഡറായി കാണാനൊരു ഒറ്റയടിക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളതാണ്. സൈഡൊക്കെ മാങ്ങ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ആ മാങ്ങയുടെ മുകളിലൊരു വേറെ ഡിസൈൻ ഒരു എൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി വീതിയിലും കൊടുത്ത് നല്ലൊരു ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ള ഒരു യു ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് 2.5 പവൻ 20 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമ്മൾ പാദസരത്തിൻ്റെ വെയിറ്റ് പറയാൻ മറന്നു, 1 പവനുള്ളൂ കേട്ടോ. 8 ഗ്രാമിൻ്റെ പാദസരം, 2.5 പവൻ്റെ നെക്ലസ്. അപ്പോൾ ഇത് 1.25, ഇത് 1 പവൻ, ഇത് 1 പവൻ, ഇത് 20 ഗ്രാം, 2.5 പവൻ. അങ്ങനെയാണ് ഇത് വെയിറ്റ് വരുന്നത്. 5 വള സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 പവന്റെ സെറ്റിലേക്ക് 5 വള സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ഡിസൈൻസ് തന്നെയാണല്ലേ? അതെ അതെ, കേരള തന്നെ. ഇതിൽ മൊത്തം കേരള തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് വെയിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 4 ഗ്രാമാണ് ഇതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഓരോ വെയിറ്റ് വരുന്നത്. ഇത് എല്ലാം ഒരേപോലെയല്ല വെച്ചിരിക്കുന്നത്. ഇതിൽ ഒരു മോഡലാണെങ്കിൽ അത് 2 പീസ്, പിന്നെ മറ്റൊരു മോഡൽ 2 പീസ്, സെൻറ്ററിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് വേറൊരു മോഡലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വള, ഫൈബർ വളയൊക്കെ ഇട്ടിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന വളയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റ് ഫിനിഷിങ്ങിൻ്റെ വളയാണ്. ഈ 2ാമത് കിടക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിൻ്റെ ആണ്. ഇപ്പുറത്ത് കിടക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങും പിന്നെ മുകളിലൊരു മുത്തിരിയൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു മോഡലാണ്. മുത്തിരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ജ്വൽ ലാംഗ്വേജ് ആണ് കേട്ടോ. മുത്തിരി ചെയ്യുന്ന ഒരു വർക്കിനെ പറയുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് വള ഇടാം. അതാണ് വളരെ പ്രത്യേകത. 4 ഗ്രാമിൻ്റെ 5 വള. റിങ് നോക്കുകയാണെങ്കിൽ ഇത് 1/2 ഗ്രാമിൻ്റെ ഒരു റിങ്ങാണ്. ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയ്തിട്ടുള്ള ഒരു റിംഗ് ആണ് വരുന്നത്. 1/2 ഗ്രാമുള്ള ഇതിന്റെ വെയിറ്റ് ആകട്ടോ. ഇത് കുറച്ച് പൊലിമ ഉള്ള രീതിയിലാണ്. അതെ അതെ അതെ, കുറച്ചുകൂടെ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കൈമിട്ട് കഴിഞ്ഞാൽ കുറച്ച് വീതിയായിട്ട് തോന്നും, കുറച്ചുകൂടെ വീതിയായിട്ട് തോന്നും. അതെ അതെ, അതൊരു 1.5 ഗ്രാം അതിന്റെ വെയിറ്റ് വരും. 1.5 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ റിങ്ങുകൾ ഇപ്പോൾ 4 റിങ്, ഇതെല്ലാം കൂടി ഒരു 4 ഗ്രാമിൽ ഒതുങ്ങും. ആ 4 മോതിരം കൂടി 4 ഗ്രാം ആകെ വരുന്നുള്ളൂ അതിന്റെ വെയിറ്റ്. അതിന്റെ കൂടെ നമുക്ക് ഒരു ജിമിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഒരു ഫ്ലവർ ആണ് അതിന്റെ ഒരു കമ്മലായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ജിമിക്ക് മാറ്റിയിട്ട് കമ്മൽ തന്നെ ഇടാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കാനായിട്ട് ആ ജിമിക്കിയുടെ താഴത്തെ കൊട്ട മാറ്റി വെച്ചിട്ട് കമ്മൽ മാത്രമായിട്ട് ഇടാം. അപ്പോൾ കാതിന് പ്രശ്നവും വരുന്നില്ല, നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ കംപ്ലൈൻറ്റ് ആവാതെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയ ബോളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാവും. ചെറിയ ഹാങ് ചെയ്യാതെ ഇടയ്ക്ക് ഇങ്ങനെ ഇളകുക. പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ജിമിക്കിയുടെ വെയിറ്റ് ആകെ 3/4 പവൻ, അതായത് നമ്മുടെ 6 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 പവന്റെ ഈ ഒരു വെഡിങ് സെറ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനെ കൊണ്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ലിയോസ് ഗോൾഡിലേക്ക് വരുന്ന വഴി ലൊക്കേഷൻ അതെ പറഞ്ഞുതരാം.
നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി അതിൻ്റെ പുറകുവശത്തുള്ള പള്ളിക്കുളം റോട്ടിൽ കാൽഡിയൻ സെൻറ്റർ എന്നുള്ള ഹോളുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ലിയോസ് ഗോൾഡ് നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഷോപ്പിൽ പർച്ചേസ് ഇല്ലെങ്കിൽ പോലും വന്നൊന്ന് കണ്ട് നമ്മുടെ സർവീസും ആഭരണങ്ങളൊക്കെ ഒന്ന് കണ്ടു പോകേണ്ടതാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് കാവേരി ആൻഡ് ശരത്.